മുല്ലപ്പെരിയാർ രക്ഷയ്ക്കായി ബലൂണും. ഡാം തകർന്നാൽ രക്ഷയ്ക്കായി എല്ലാ മാർഗങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഉചിതമായത് തിരഞ്ഞെടുക്കാം. അതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ് ഹീലിയം നിറച്ച ബലൂൺ. നല്ല ക്വാളിറ്റിയുള്ള 40 മുതൽ 50 ബലൂൺ ഉണ്ടെങ്കിൽ ഒരാൾക്ക് രക്ഷപ്പെടാം. ആവശ്യം വരുന്നത് 500 രൂപയുടെ ബലൂണും ഒരു ഹീലിയം നിറച്ച സിലിണ്ടറും. ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ച് ബലൂണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ബലൂണുകൾ നിറച്ച് രക്ഷപ്പെടാൻ 1 മണിക്കൂർ സമയമെടുത്തേക്കാം. കൂടുതൽ ബലൂണുകൾ കൂട്ടിക്കെട്ടി കുടുംബമായി ഒരുമിച്ച് രക്ഷപ്പെടാം. കുട്ടികൾക്ക് കുറച്ച് ബലൂണിൻ്റെ ആവശ്യം മാത്രമേ വരികയുള്ളൂ. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് അവരെ സേഫാക്കാൻ സാധിക്കും. അവരെ ആദ്യം സേഫാക്കി പറത്തി വിടണം. നമുക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെടുമല്ലോ. കാറ്റിൻ്റെ ഗതി അനുസരിച്ചാകും ബലൂണിൻ്റെ സഞ്ചാരപാത. സേഫായി ഇറങ്ങാനുള്ള സാഹചര്യം വന്നാൽ ഓരോ ബലൂണിൻ്റെയും നൂൽ വിടുവിച്ച് എണ്ണം കുറച്ച് താഴേക്ക് സേഫായി ലാൻഡ് ചെയ്യാം. ഇതിൽ ഒരു അപകടം വരുന്നത് ഹൈ ടെൻഷൻ ലൈനിൽ കുടുങ്ങിയാലാണ്. പക്ഷേ ഡാമുകളെല്ലാം തകരുന്നതുകൊണ്ട് കേരളത്തിൽ കറണ്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഹൈ ടെൻഷൻ ലൈനിൽ കുടുങ്ങിയാലും പ്രശ്നമില്ല. കടലിൽ വന്ന് പതിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നത് നല്ലതാണ്. ബലൂണിൻ്റെ സഹായത്തോടെ കൂടുതൽ കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനാവും. ആ സാഹചര്യം നമുക്ക് കൂടുതൽ ഗുണപ്പെടും. കാരണം മുല്ലപ്പെരിയാർ ഡിസാസ്റ്ററിന് ശേഷം കേരളത്തിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. പകർച്ചവ്യാധി, ഇലക്ട്രിസിറ്റി, വെള്ളം ഇല്ലാത്ത സാഹചര്യം, തൊഴിലില്ലായ്മ. കേരളം ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും എത്തിപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മുൻകരുതൽ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. കാഷ്വാലിറ്റി എത്രത്തോളം കുറയ്ക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കാം. നല്ല അഭിപ്രായങ്ങൾ അടുത്ത വീഡിയോയിൽ അതും ഉൾപ്പെടുത്തുന്നതായിരിക്കും.